മണർകാട് യുവതിയെ ആഭിചാരത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മന്ത്രവാദം നടത്തിയ തിരുവല്ല മുത്തൂർ സ്വദേശി ശിവദാസിനെയാണ് ആഭിചാരം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. അതേസമയം കേസിലെ മുഖ്യപ്രതിയായ ഭർത്തൃമാതാവ് സൗമിനി ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ മണർകാട് കൊരട്ടിക്കുന്നിലെ ആഭിചാരം നടന്ന വീട്ടിൽ പ്രതികളിലൊരാളായ ശിവദാസനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആഭിചാരം നടത്താൻ ഉപയോഗിച്ച പട്ടും ഭസ്മവും പോലീസ് കണ്ടെടുത്തു. പട്ടുപയോഗിച്ച് കാൽ കെട്ടിയായിരുന്നു ആഭിചാരമെന്ന് യുവതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ആ സമയത്ത് എന്നെ സംഭവിച്ചതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ആ പുള്ളി ഒരു പട്ട് കെട്ടി കഴിഞ്ഞ ശേഷം കയ്യെ വന്നപ്പോഴത്തേക്കും എന്തോ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ഒരു തോന്നൽ എനിക്ക് വന്നു. കയറി വന്ന് പെട്ടെന്ന് എന്തോപോലെ കയറി വന്നു കഴിഞ്ഞ ശേഷം പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാനൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ പടം എനിക്ക് ഓർമ്മയുള്ള പൂജാരി വന്നതും ഓർമ്മയുണ്ട്. പൂജാരി ഹോമം അത് ആണി ചുറ്റിയിട്ട് മുടി എന്നിട്ട് മുറിപ്പിച്ച് 1100 രൂപ വാങ്ങിയാണ് പൂജ നടത്തിയതെന്ന് പ്രതി ശിവദാസൻ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. 2 വർഷമായി യുവതിയുടെ ഭർത്താവിന്റെ മാതാവ് സൗമിനി ശിവദാസന്റെ ക്ഷേത്രത്തിലെ സന്ദർശകയാണെന്നും മൊഴിയിലുണ്ട്. അതേസമയം കേസിലെ മുഖ്യപ്രതിയായ സൗമിനിയെയും മകളെയും ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഞാനും എൻ്റെ കെട്ടിയവനും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ ബാധയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അകത്ത് ബാധയുള്ളതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരുടെ വീട്ടുകാർ വിളിപ്പിക്കുകയൊക്കെ ചെയ്തത്. വിളിപ്പിച്ച് പുള്ളി വന്നു കഴിഞ്ഞ ശേഷം പുള്ളി പറയുന്നത് പൂജാരിനെ അമ്മായിമ്മ വിളിപ്പിച്ചേ. ഞാനും അവനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഉടനെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബാധയുള്ളതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, ഞാൻ വഴക്കുണ്ടാക്കുന്ന ബാധയുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവനോട് പറയുകയും ചെയ്തേടാ എൻ്റെ അകത്ത് ബാധയൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ മാസം 2-നാണ് ദുരാത്മാവ് ശരീരത്തിൽ കയറിക്കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ കോട്ടയം നട്ടാശ്ശേരി സ്വദേശിയായ യുവതിയെ ആഭിചാരം എന്ന പേരിൽ കൊടിയ പീഡനത്തിന് വിധേയയാക്കിയത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.